ലോകത്തിന് അനുഗ്രഹമായി അയക്കപ്പെട്ട കാരുണ്യത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഹാഫിസ് മുസഫർ അഹമ്മദ് സാഹിബ് ഉറുദുവിൽ രചിച്ചതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ശ്രീമതി ബുഷ്റ ഇഷ്റത്ത് ഷെയ്ഖ് സാഹിബ രചിച്ചതിൻ്റെ പുനഃപ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ അമീർ നാസിമുദ്ദീൻ സാഹിബ് അവർകളാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരള ഗവൺമെൻറ് സർവീസിൽ നിന്നും ഡെപ്യൂട്ടി സെക്രട്ടറിയായി റിട്ടയർ ചെയ്തിട്ടുള്ളയാളും മന്ത്രിമാരോടൊപ്പം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ളയാളും പ്രമുഖ ഇംഗ്ലീഷ് സ്കോളറുമായ ശ്രീമാൻ സുരേന്ദ്രൻ സാർ അവർകളാണ്. ബഹുമാന്യരായ ഇവർ രണ്ടുപേരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ അമീർ ടി എ സുബൈർ അഹമ്മദ് സാഹിബ് അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നിർവഹിക്കുന്ന മൗലവി അമീൻ മുഹമ്മദ് സാഹിബ്, സമാപന പ്രസംഗം നിർവഹിക്കുന്ന മൗലവി മുനവർ അഹമ്മദ് സാഹിബ് എന്നിവരെയും വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രോഗ്രാം ആരംഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി മൗലവി എസ് വി ഷബീൽ അഹമ്മദ് സാഹിബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ 2 അധ്യായങ്ങളിൽ നിന്നുള്ള 2 വചനങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പാകെ പാരായണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പരിഭാഷ ഇപ്രകാരമാണ്: സത്യമായും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. നിങ്ങൾ വിഷമത്തിലാവുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ്. നിങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ ഉത്കടമായ ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം. സത്യവിശ്വാസികളോട് കൃപയും കരുണയുമുള്ള ആളുമാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ തീർച്ചയായും ഒരു ഉത്തമ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ഭയപ്പെടുകയും അള്ളാഹുവിനെ അധികമായി സ്മരിക്കുകയും ചെയ്യുന്നവർക്ക്. നന്ദി ഷബീൽ സാഹിബ്. ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു ലഘു പരിചയം നടത്തുന്നതിനായി മൗലവി അമീൻ മുഹമ്മദ് സാഹിബ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ജഗദീശ്വരനായ ദൈവനാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് ലോകത്ത് 222 രാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ആഗോള സുപ്രധാനമായ ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളോടൊപ്പം തന്നെ ലോകത്തെ ഐക്യപ്പെടുത്തുന്നതിനും വിവിധ മതങ്ങൾക്കിടയിലുള്ള ഐക്യവും സാഹോദര്യവും സംജാതമാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്തി വരുന്നു. അതിൻ്റെ ഭാഗമാണ് ഹദ്റത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതത്തെ കൂടുതൽ വിശദമാക്കിക്കൊണ്ടുള്ള ഈ ചരിത്ര ഗ്രന്ഥം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പുനഃ റിലീസ് ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് മുഹമ്മദ് നബിയെപ്പറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള ഒരു കാര്യം തീർച്ചയായും നമ്മുടെ ചിന്തകരിൽ ഉണ്ടായേക്കാം. മുഹമ്മദ് നബിയുടെ ചരിത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എങ്കിലും ആ ചരിത്ര സംഭവങ്ങളുടെ സംഭവവികാസങ്ങളിലൂടെ വെളിപ്പെടുന്ന ശരിയായിട്ടുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ എന്തൊക്കെയാണ് എന്ന് വിശദമാക്കപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെ ലോകത്ത് മുഹമ്മദ് നബിയുടെ ചരിത്ര സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ ഗ്രന്ഥരചന 2004 ഉറുദു ഭാഷയിൽ ചെയ്യപ്പെടുമ്പോൾ അന്നത്തെ ലോകത്തെ സാഹചര്യം എന്താണ് എന്ന് ഉള്ള ഒരു എത്തിനോട്ടം നമുക്ക് അനിവാര്യമാണ് എന്ന് ഈ അവസരത്തിൽ തോന്നുന്നു. 1988 സൽമാൻ റുഷ്ദി പാശ്ചാത്യ പ്രസ്സിൻ്റെ ഒത്താശയോടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ജീവിതത്തെ ആക്ഷേപിച്ച് നോവൽ ഇറക്കി. സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ മുന്നിൽ വെച്ച് പ്രതികരിക്കുന്നതിന് പകരം ആഗോള മുസ്ലിം പണ്ഡിത നേതൃത്വം റുഷ്ദിയെ കൊല ചെയ്യാനുള്ള ഫത്വ നൽകിക്കൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത്. അതിനെ പിന്തുടർന്ന് സാമാന്യ ജനങ്ങളും പാശ്ചാത്യ പ്രസ് ആഗ്രഹിച്ചതുപോലെ പ്രതിഷേധ പ്രകടനങ്ങളും കൊലപാതകവും നടപ്പിലാക്കിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മാതൃകയെ കൂടുതൽ വികൃതമാക്കി. എന്നാൽ അഹ്മദിയ ജമാഅത്തിൻ്റെ ആഗോള ഖലീഫ ഉടൻ തന്നെ ഒരു പ്രസ് കോൺഫറൻസ് ലണ്ടനിൽ വിളിച്ചുകൂട്ടുകയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പ്രതികരിച്ചിരുന്നത് അതേ മാതൃകയിൽ പ്രതികരിച്ചുകൊണ്ട് പാശ്ചാത്യ സമൂഹത്തിനും ആഗോള മുസ്ലിം സമൂഹത്തിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത മാതൃക കാണിച്ചു കൊടുത്തു. അതിൻ്റെ വിപുലീകരിച്ച രൂപമാണ് ഹാഫിസ് മുസഫർ അഹമ്മദ് സാഹിബ് എഴുതിയ മുഹമ്മദ് ദ പെർഫെക്റ്റ് മാൻ എന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാശ്ചാത്യ പൗരസ്യ സമൂഹങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ജീവിതത്തിന് മേൽ ഉന്നയിച്ച ഓരോ വക്രീകരിച്ച ആക്ഷേപങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കുള്ള അത്യുന്നതമായ തെളിവുകളായിരുന്നു എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, ഒരു പൂർണ്ണ മനുഷ്യന് ഏതറ്റം വരെ ഉയരാൻ കഴിയുമോ അതിൻ്റെ പരസീമയിൽ വിരാജിക്കുന്നതായും കാണാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രിയ വായനക്കാരെ ഈ സമാനതയില്ലാത്ത ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തിരുനബിയുടെ ജീവിതം മനുഷ്യകുലത്തിന് ഒരു സമ്പൂർണ്ണ മാതൃകയാണ്. ഭൗതികരായ തത്വചിന്തകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ആത്മീയത ഭൗതികതയിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല എന്ന് ആ മഹാത്മാവ് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കാട്ടി. പ്രത്യുത സൃഷ്ടാവിനോടും സൃഷ്ടികളോടുള്ള കടമാനിർവഹണമാണ് യഥാർത്ഥ ആത്മീയത. പ്രവാചകൻ മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിനിധിയാണ്. മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന തൻ്റെ എല്ലാ ഗുണഗണങ്ങളും പ്രവാചകനിലൂടെ ലോകത്ത് വെളിപ്പെടുന്നു. മനുഷ്യൻ്റെ ബുദ്ധി വളർച്ചയ്ക്കനുസരിച്ച് ദൈവം തൻ്റെ ദൂതരിലൂടെ തൻ്റെ ഗുണഗണങ്ങളെ മനുഷ്യർക്ക് പഠിപ്പിക്കുന്നു എന്നതിന് തെളിവാണ് ലോകത്ത് വന്ന 1,00,000-ൽ പരം ദൂതന്മാരുടെ ജീവിത സാക്ഷ്യം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകടന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും സത്യതയ്ക്ക് എന്നും ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ബുദ്ധികൂർമ്മത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്ത് വെളിപ്പെട്ടു. ചടുലതയോടെ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി. പരിമളമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു. നല്ല ജാഗ്രത പുലർത്തിയിരുന്നു. എല്ലാവരെക്കുറിച്ചും സ്മരണ നിലനിർത്തിയിരുന്നു. വ്യക്തിശുദ്ധിയും ലജ്ജാബോധവും ക്ഷമയും ഉള്ളതിൽ തൃപ്തിപ്പെടലും ആ മഹാത്മാവിൻ്റെ തേജോവിലാസമാണ്. എല്ലാം ആർജിച്ചെങ്കിലും അതിനോടെല്ലാം വിരക്തി പുലർത്തുന്ന മനസ്സിൻ്റെ ഉടമയായിരുന്നു ആ മഹാത്മാവ്. അസാമാന്യമായ സൂക്ഷ്മതയും ധൈര്യവും സ്ഥിരചിത്തതയും നീതിബോധവും വിശ്വസ്തതയും സത്യസന്ധമായ സംസാര രീതിയും ആ മഹാത്മാവിൻ്റെ ജീവിതത്തെ പ്രകാശമയമാക്കിയിരുന്നു. സംയോജിതമായ ദാനം ചെയ്യൽ, സന്ദർഭോചിതമായ ത്യാഗമനോഭാവം, അവസരോചിതമായ ഔദാര്യം കാണിക്കൽ, യഥാസമയം പരിഗണന നൽകൽ, ധൈര്യം പുലർത്തേണ്ട സ്ഥലത്ത് അത് പ്രകടിപ്പിക്കൽ, അസാമാന്യ ധീരതയുടെ ഇടങ്ങളിൽ അത് പ്രകടിപ്പിക്കൽ, നൈർമല്യം അനിവാര്യമായ സ്ഥലങ്ങളിൽ അത് പ്രകടിപ്പിക്കൽ, സംയോജിതമായ സമചിത്തത, ധാർമ്മിക ബോധം എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളും ആ മുഹമ്മദ് നബിയിലൂടെ വെളിപ്പെട്ടതായി ചരിത്ര സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഹാഫിസ് മുസഫർ അഹമ്മദ് സാഹിബ് ഈ ഗ്രന്ഥത്തിലൂടെ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ട വായനക്കാരെ തീർച്ചയായും ഈ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകത്ത് വിമർശിക്കപ്പെടുന്ന വിമർശനാത്മകമായ മുഹമ്മദ് നബിയെ കാണുന്ന എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന ഉത്തമമായ മാതൃകകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഈ ഗ്രന്ഥത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി മൗലവി അമീൻ മുഹമ്മദ് സാഹിബ്. ഈ മഹനീയ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി കരുനാഗപ്പള്ളി അമീർ സാഹിബ് നാസിമുദ്ദീൻ സാഹിബിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി കേരള ഗവൺമെൻറ്റിൽ നിന്നും ഡെപ്യൂട്ടി സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ഇംഗ്ലീഷ് സ്കോളർ ബഹുമാനായ ശ്രീ സുരേന്ദ്രൻ അവർകളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
നന്ദി നാസിമുദ്ദീൻ സാഹിബ്. സമയത്തിൻ്റെ വളരെ കുറവുള്ളതുകൊണ്ട്, സമയം വളരെ കുറവായതുകൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ച അമീർ സാഹിബിനെ പ്രസംഗത്തിന് വിളിക്കുന്നില്ല. പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാനായ സുരേന്ദ്രൻ സാർ അവർകളെ താങ്കൾക്ക് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്കൾക്ക് 12 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. My heartfelt obeisance to the people on the dais and those audience who are very closely attending to me. My obeisance, pranamam. Then, so I would like to say the fact that this is a very propitious means suitable time to speak about ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് വലിയ വിഷമം തോന്നരുത്, ഇടയ്ക്ക് മലയാളത്തിലും പറയാം. So it is a very propitious or suitable time to present the book that has been mentioned here. And it is in English language, written in such a wonderful, we can say, passion by the man concerned. So a tribute, I would like to pay a tribute to the great Nabi or Nabi Tirumeni in the form of certain lines that I have written both in English and Malayalam that may perhaps convey to you what I am trying to do. The last year also I got the opportunity to come over here and speak something about the Nabi, a man who is secular, a person who has lived in the world and turned to be the greatest saint and seer of the world. And of course, it is a privilege for me. And I will read the tribute in the form of certain lines I have written suddenly, both in English and Malayalam. Then I will touch two of the part of this book containing book. One is actually the physical appearance of Muhammad Nabi, Nabi Tirumeni, which is because the name of the book is Muhammad Nabi, the perfect man. So when you sit in front of me, I can't just find out a Nabi-like person. So there are certain physical features that is connected with him that has been attributed by God. And when he has conveyed his feelings to that of God, Jibreel, the Malak came and he has been transported to God, and God gave him all the kinds of advices that is needed for reforming the society and the people. ഈ നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും അദ്ദേഹം നേരിട്ട് ഒരു മനുഷ്യനായിട്ട് ദൈവവുമായി സംവേദിച്ചതുകൊണ്ടും അതിന് അദ്ദേഹത്തെ സഹായിച്ചതായിട്ടുള്ളതായ ഏഞ്ചൽ എന്ന് പറയുന്ന ജബ്രീൽ എന്ന് പറയുന്ന ഏഞ്ചൽ കൂടെ ചെയ്തതായ റെവലേഷൻസ് മീൻസ് ഉൾവിളികൾ. And it may not be considered as a story. So I am just, because of limitation of time, directly going to please concentrate whether you can understand. Otherwise I will read the Malayalam also. So we are under the roof together. The first answer. The flies search for the rotten wound and the pus. The bees for the fragrance and honey from the flower. The waters search low terrain and flow and feed. The wretched venomous quarrel for human blood. The situation of the world today. We are under this roof together. We bow suppliant to the mighty Allah. We are bowing in front of the mighty Allah, even though whatever you may be. നിങ്ങളെന്തായാലും ശരി, ഒത്തുകൂടിയിരിക്കുന്നു ഇവിടെ. നിങ്ങളുടെ മനസ്സിനകത്ത് അല്ലാഹുവിനെ കൊണ്ടുവരുന്നു. And we will curtail all the worst sins together, and all are growing here with majestic heart together. We have gathered here to grow to the standard of Allah saying or Muhammad saying.
Let peace and prosperity reign everywhere. From the edicts of Muhammad and his life, let happy end to be showered to all lives by the exalted blessings of Muhammad, the perfect man, the man of peace. Two things. He's a perfect man and the man of peace. And when we come to speedily, I can just recite it. പഴുത്ത മുറിവും ചലവും തേടി ഈച്ചകൾ പറക്കുന്നു, പായുന്നു തേനും മണവും പൂമ്പടിയും തേടി തേനീച്ചകൾ പറക്കുന്നു, താണനിലം തേടി നീരൊഴുകി നീങ്ങുന്നു, മനുഷ്യരക്തത്തിനും മാംസത്തിനുമായി ഹീനർ മല്ലടിക്കുന്നു. This is the situation of the world. Then, and ഈ കൂരയ്ക്കു താഴെ നാം എല്ലാം ഒത്തുചേർന്ന് സർവശക്തനാം അല്ലാഹുവിൻ സവിധത്തിൽ നമിക്കുന്നു. ഹീന ചിന്തകളും അനാചാരങ്ങളും അസമത്വങ്ങളും മുഹമ്മദിൻ കൃപയാൽ ധീരവുമായി മുന്നോട്ടു നീങ്ങുന്നു. കാരുണ്യവാനാം നബി തിരുമേനി തൻ സൂറത്തുകളും അനുഗ്രഹവും ജീവിതവും നേടി സമാധാനവും സമൃദ്ധിയും ഉയർച്ചയും നേടി ലോകസമാധാനത്തിനായി ഞങ്ങൾ ഉയരുന്നു. And this is what I have just given. So I told you that the present situation is very conducive or suitable. ഇന്നത്തെ കാലാവസ്ഥ മുഹമ്മദ് the perfect man, the man of peace എന്ന സബ്ജക്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയതാണ്. You think about the world. Every time there can be the possibility of that means war. We are fearful of what you call world war. And today there was a declaration that Iran is going to be attacked. I'm not just touching that topic even. I can't resist it because how much of people were killed by the tyrant, hawk-like tyrant or the hound-like tyrant from USA. I'm just mentioning it. USA killed and his thirst is not quenched with the blood that he has already drunk. ഇനിയും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രക്തത്തോടുള്ള ദാഹം തീരുന്നില്ല. ആ ദാഹം തീരാത്ത മനുഷ്യൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലോകസമാധാനം എവിടെ പോയി നിൽക്കുന്നു. So I would like to emphasize the fact that there is the possibility, there is the need of another prophet to be born, to unify what you call all the Islamic cultures together and fight against, or to we can say beat against this ruthless force that is trying to bring out a holocaust. ഒരു ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ മൊത്തം തുടച്ചു നിൽക്കുന്നതിന് വേണ്ടി ഉയർന്നു വന്നിരിക്കുന്നതായ ആ വ്യക്തിയെ നമുക്ക് ആരാധിക്കാൻ പറ്റുകയില്ല. ഇൻസ്റ്റഡ് തിരിച്ച് നമുക്ക് ആരാധിക്കാം മുഹമ്മദ് നബിയെ, എ മാൻ ഹു വാസ് ബോൺ, who was illiterate and who could not write, but he wrote what you call it as the Bible, the Quran, which is containing 114 surah, and all of them are the most illustrious and perfect and we can say noted sayings of the world. ഈ പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സത്യമെഴുതിയ വ്യക്തി എന്ന് പറയുന്ന ആൾ നിരക്ഷരനായിരുന്നു, എഴുത്തറിയാൻ പാടില്ലായിരുന്നു. ബട്ട് ഹി ഹാസ് ഗോട്ട് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദാറ്റ് ഓഫ് വാട്ട് യു കോൾ God. And he has been, and I just remember the last point, the last thing that we read from that books, that the last ways whereby about we can say after his life from Mecca, he visualizes his death, and when the death is coming, you just see that a horse like so that time is so a horse like animal came with a flying wing, and he has been taken away towards what you call it as to the hem. And then I would like to say about his features. First of all, he was just like what you call it, the Vivekananda with a beard. Or yesterday we could just see about a person who has been arrested in Shabarimala, understand, Tandri, and such kind of a round face with what you call full moon face, then thick hair,
and then what you call forehead. So the forehead of a person should be like this, it should be covered up with our hair. And then coming down, you just see that there was what you call the pearl legs, like we can say teeth, and then what you just see that his ears and everything. Ultimately, there was a flesh in between the two shoulders. ഈ രണ്ട് ഷോൾഡറുകൾക്കിടയിൽ മുഹമ്മദ് നബിയുടെ തോണിന് പുറകുവശത്തായിട്ട് മൃദുലമായിട്ടുള്ള ഒരു ഫ്ലഷ്, ചുമന്ന അരുണ നിറത്തിലുള്ളതായ ഒരു മറുകുണ്ടായിരുന്നു. അത് കൂടെ ത്രസിക്കുമായിരുന്നു. ആ മറുക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ദ പ്രൊഫറ്റ്ഹുഡ് ദാറ്റ് ഹാസ് ബീൻ ഗിവൺ ബൈ ഗോഡ്. ദൈവം നൽകിയ പ്രൊഫറ്റ്ഹുഡിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മലക്കിൽ നിന്ന് കിട്ടുന്നതായ അറിവ് കിട്ടുന്ന സമയത്ത് ഹി വാസ് ഇൻ എ ട്രാൻസ്. അദ്ദേഹം ഒരു ട്രാൻസിലേക്ക് കയറും, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കയറും, ഹൃദയം തുടിക്കും, വിയർക്കും. അദ്ദേഹം ആളിനെ വിളിക്കും, അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെ വിളിക്കും, മൃദുലമായി അദ്ദേഹത്തിന് ലഭിച്ച ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കും. 114 പ്രധാനപ്പെട്ട സൂറത്തുകളാൽ ഈ ലോകത്തെ ധന്യമാക്കിയ നബി തിരുമേനിക്ക്, അല്ലെങ്കിൽ നബി തിരുമേനിയോടും അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കൂടുതൽ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ പരിധി കൊണ്ട് കഴിയുന്നില്ല. ഏതായാലും ശരി, ഇത്രയും സമയം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ. ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് അനുയോജ്യമായ രൂപത്തിൽ പരിചയപ്പെടുത്തിയ സുരേന്ദ്ര സാറിന് നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിനായി മൗലവി ടി മുനവർ അഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു. താങ്കൾക്ക് 4 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മാന്യ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളിലുണ്ടാവട്ടെ. സമയപരിമിതി എല്ലാവരെയും അലട്ടുന്നുണ്ട്. എന്നാലും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചില്ല എങ്കിൽ പുസ്തകത്തോടുള്ള അനീതിയായി മാറുന്നതാണ്. 47 ചാപ്റ്റർ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവെന്ന നിലയ്ക്ക്, ഒരു ഭർത്താവെന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക്, ഒരു സിവിലിയൻ എന്ന നിലയ്ക്ക്, ഒരു പട്ടാള മേധാവി എന്ന നിലയ്ക്ക്, ഏത് മേഖലയിലേക്ക് എടുത്തു നോക്കിയാലും ഒരു കാരുണ്യവാൻ എന്ന നിലയ്ക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നു എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത്. എനിക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ചാപ്റ്ററാണ് വിട്ടുവീഴ്ച, അതായത് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. മാപ്പ് കൊടുക്കുക എന്നുള്ളത് പറയാൻ എളുപ്പമാണ്, മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്. സ്വന്തം ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെയും കൈപ്പേറിയ സാഹചര്യങ്ങളെയും മറന്നു കളഞ്ഞുകൊണ്ട് മാപ്പ് കൊടുക്കാൻ നമ്മളിൽ എത്ര പേര് തയ്യാറാകുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണിത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അവിടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. 1-2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെല്ലാം പലവരും അവിടെ മക്ക ഗ്രാമത്തിലുണ്ടായിരുന്നു. സ്വന്തം മോള് സൈനബ് റളിയല്ലാഹു അൻഹ ഉപ്പയെ കാണാൻ, വാപ്പയെ കാണാൻ അതിയായ ആഗ്രഹത്തോടു കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് ഹിബാർ ബിൻ അസ്വദ് എന്നു പേരുള്ള ഒരു അക്രമി ആ മഹിളാരത്നത്തെ കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തി നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞു. പ്രവാചകൻ പിന്നീട് മദീനയുടെ ഭരണാധികാരിയായി. ആ സമയത്ത് പ്രവാചകൻ പ്രഖ്യാപിക്കുകയുണ്ടായി, ഈ കൊലയാളിക്ക് മാപ്പില്ലെന്ന്. അങ്ങനെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പല നിഷ്ഠൂര ക്രൂരകൃത്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷയുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ കോടതി വിധി അനുസരിച്ച് പല ശിക്ഷകളും നടപ്പാക്കുന്നുണ്ട്. അന്നത്തെ ഭരണാധികാരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അങ്ങനെ ഹിബാർ ബിൻ അസ്വദ് എന്ന വ്യക്തി പ്രവാചകനെ പരിപൂർണമായി ആധിപത്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ നാട് വിടുകയാണ്.
കാരണം തൻ്റെ പേരിൽ ശിക്ഷാ നടപടി ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ടാണ് നാട് വിട്ടത്. നാട് വിട്ട് ഇത്തിരി നാൾ കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിയുന്നു പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നിരുപാധികം മാപ്പ് കൊടുക്കുന്നു, യാതൊരു ഉപാധിയും കൂടാതെ. ഈ മാപ്പ് കൊടുക്കുന്നു എന്ന കാര്യം അറിഞ്ഞതുകൊണ്ട് ഹിബാർ ഇബ്നു അസ്വദ് തിരിച്ച് പ്രവാചകൻ്റെ തിരുസന്നിധിയിലെത്തുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്കറിയാൻ കഴിഞ്ഞു അങ്ങ് മാപ്പ് കൊടുക്കുന്നു എന്ന്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ കാടം സ്വഭാവം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരബദ്ധമാണ്, എനിക്ക് മാപ്പ് തരണേ. സ്വന്തം മകളുടെ ഘാതകനാണ് മുമ്പിൽ നിൽക്കുന്നത്. ചെറുപ്രായത്തിൽ പോറ്റി വളർത്തിയ ആ വികാരവും സ്നേഹവും ലാളനയും എല്ലാം തന്നെ ഒരു പിതാവെന്ന നിലയ്ക്ക് ആ പ്രവാചകൻ്റെ ഉള്ളിൽ അലതല്ലുന്നുണ്ടായിരുന്നു. എന്നാൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ മറുവശത്ത് മാപ്പ് കൊടുക്കുകയും കരുണ എന്ന ആ ഗുണവും അതിലും ഉപരിയായി അലതള്ളി എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആ പ്രവാചകൻ അവനോട് പറഞ്ഞു, പോ, നിനക്ക് മാപ്പ്, നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഒരു ഉപാധിയും വെച്ചിട്ടില്ല. നമുക്കറിയാം കോടതി ചില നിയമങ്ങളിൽ ജീവപര്യന്തം തടവ് വരുന്നു, ചിലത് മറ്റ് ഭയാനകമായ രീതിയിലുള്ള, അതായത് തൂക്കുകയർ വിധിക്കാറുണ്ട്. ഇവിടെ ഒരു ഉപാധിയുമില്ല. അവനോട് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് അവനോട് ഫൈനായി വല്ലതും നൽകാൻ പറഞ്ഞിട്ടില്ല. അവന് നിരുപാധികം മാപ്പ് നൽകുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ശത്രുവുണ്ട്, ഇക്രിമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും അങ്ങയുടെ അനുചരന്മാരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത പട്ടാളത്തലവനായിരുന്നു ഇക്രിമ. അദ്ദേഹം പ്രവാചകൻ്റെ ഈ വിജയവും ഭരണം അദ്ദേഹത്തിന് കിട്ടിയ സാഹചര്യം അറിഞ്ഞപ്പോൾ അബീസീനയിലേക്ക് നാടുവിട്ടു. അങ്ങനെ നാടുവിട്ട് അറിഞ്ഞപ്പോൾ ഭാര്യ വളരെയധികം വിഷമിച്ചുകൊണ്ട് പ്രവാചകൻ്റെ തിരുസന്നിധിയിലെത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, എൻ്റെ ഭർത്താവിന് മാപ്പുണ്ടോ എന്ന്. പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും മാപ്പുണ്ട്. അപ്പോൾ ഭാര്യയ്ക്കറിയാം എൻ്റെ ഭർത്താവ് ക്രൂരനായ ഒരു ക്രിമിനലാണ്, മാപ്പുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഇദ്ദേഹത്തിനെ കണ്ടാൽ മറ്റാരെങ്കിലും വധിച്ചു കളഞ്ഞാലോ, ഉടൻ തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. പ്രവാചകൻ അഭയദൂത് എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എവിടെയാണ് നിൻ്റെ ഭർത്താവുള്ളത്, അവരെ കൊണ്ടുവരിക എന്ന്. അങ്ങനെ അബീസീനയിലേക്ക് കപ്പൽ കയറാൻ നിൽക്കുന്ന ഭർത്താവിനെ ഓടിപ്പോയി വിളിച്ചു കൊണ്ടുവന്ന് പ്രവാചകൻ്റെ തിരുസന്നിധിയിൽ അർപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഇക്രിമ ഒരു പട്ടാള മേധാവിയാണ്. അദ്ദേഹം അത്ഭുതത്തോട് ചോദിക്കുകയാണ്, എനിക്ക് മാപ്പുണ്ടോ എന്ന്. പ്രവാചകൻ യാതൊരു ഉപാധിയും കൂടെ പറഞ്ഞു, തീർച്ചയായും മാപ്പുണ്ടെന്ന്. താങ്ക് യു. അപ്പോൾ ഇക്രിമ എന്ന ആ ക്രൂരനായ വ്യക്തിയുടെ ഉള്ളിൽ അലതള്ളിയ വികാരം എന്നുള്ളത്, ഞാൻ എത്രയോ യുദ്ധങ്ങൾ ഇസ്ലാമിനെതിരായി, പ്രവാചകനെതിരായി, പ്രവാചക അനുയായികൾക്കെതിരായി നടത്തിയ വ്യക്തിയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പല രാജ്യങ്ങൾ പരസ്പരം സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഓരോ പട്ടാളക്കാരെയോ പട്ടാള മേധാവികളെയോ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ശത്രുപക്ഷം എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക എന്നുള്ളത് നോക്കുക, ആ ക്രൂരനായ വ്യക്തിയെ സ്വീകരിക്കുകയും അഭയത്തിൻ്റെ അടയാളമായി തൻ്റെ ഷാളെടുത്തങ്ങ് പുതപ്പിച്ച്, കാരണം ആരും മറ്റാരും ഒന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് പറഞ്ഞ്, ഇക്രിമ, ഇന്ന് ഞാനിവിടെ ഭരണാധികാരിയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, ഞാൻ തരാമെന്ന്. അതായത് അക്രമിക്ക് ശിക്ഷ നൽകുന്നതിന് പകരം ആക്രമിയെ സ്വീകരിക്കുകയും ആ അക്രമിയിൽ വിപ്ലവാസക്തമായ മാറ്റമുണ്ടാകുമെന്നുള്ള അറിവുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകൻ സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്തും ചോദിക്കാമായിരുന്നു, ഭരണം ചോദിക്കാം, സമ്പത്ത് ചോദിക്കാം, മറ്റ് പലതും ചോദിക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിരന്തരമായി നിങ്ങൾക്കെതിരായി പോരാടിയിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട്, അതിനാൽ അതിനെല്ലാം എന്നോട് പുറത്തു തരണം, മാപ്പ് നൽകണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സമയം 2 മിനിറ്റ് എക്സ്ട്രാ അവർ തന്നിട്ടുണ്ട്, തുടങ്ങിയത് 2 മിനിറ്റ് വൈകിയതായതുകൊണ്ട്. അപ്പോൾ അടുത്തൊരു സ്പീക്കർ കൂടിയുണ്ട്, കൂടുതൽ പറയുന്നില്ല. ഈ പരിപാടി എല്ലാവിധത്തിലും ധന്യമാക്കി അനുഗ്രഹിച്ച അള്ളാഹുവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സംഘാടകർക്കും പ്രത്യേകമായി ഇത്തരം ഒരു സാഹചര്യം ഒരുക്കിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുനവർ സാഹിബ്. സമാപന പ്രസംഗത്തിനായി മൗലവി സയ്യിദ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്കൾക്ക് 3-4 മിനിറ്റ് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
പരമകാരുണ്യവാനും കരുണാമനുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. സാധാ ഒരു മനുഷ്യനായി ജനിച്ച എന്നാൽ ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനും പ്രവാചകരുടെ പ്രവാചകനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തെക്കുറിച്ച് ഹാഫിസ് മുസഫർ സാഹിബ് രചിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ പെർഫെക്റ്റ് മാൻ എന്ന പുസ്തക പ്രകാശന പരിപാടിയുടെ മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദിയുള്ളവനായിക്കൊണ്ട് നമുക്ക് ഇത്തരം, അതായത് കേരള നിയമസഭയുടെ ഇത്രയും മഹത്തായ ഒരു വേദിയിൽ അവസരം നൽകിയ KLIBF സംഘാടകർക്ക് നന്ദി അറിയിക്കുകയും മാത്രമല്ല പ്രസ്തുത പരിപാടിയിൽ നമുക്ക് വേണ്ടി വിലയേറിയ സമയം ചെലവഴിച്ചുകൊണ്ട് ചീഫ് ഗസ്റ്റായി വന്നുകൊണ്ട് ബഹുമാന്യ കെ സുരേന്ദ്രൻ സാറിനെയും നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിലയേറിയ അറിവിൽ നിന്ന് വലിയ അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹം പങ്കിട്ട് നൽകി. മാത്രമല്ല ആമുഖ പ്രഭാഷണവും സമാപന പ്രഭാഷണവും നടത്തിയ ബഹുമാന്യ മൗലവി അമീൻ അവറുകളും അതുപോലെ തന്നെ മൗലവി മുനവർ അവറുകളും നമുക്ക് വളരെ മനോഹരമായ ഭാഷയിൽ അവർ ഈ കാര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിഷയങ്ങളെക്കുറിച്ചും അവർ നമുക്ക് വേണ്ടി പങ്കിട്ട് നൽകി. അതിനെല്ലാം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ പുസ്തകം നമ്മൾ വായിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണ്ണാടിയാക്കി വെക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്രകടമാക്കിക്കൊണ്ട് ഈ വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകാൻ കൂടി ശ്രമിക്കണമെന്ന് കൂടി ഉപദേശിച്ചുകൊണ്ട് ഒരു സംഭവം നിങ്ങൾക്ക് മുമ്പാകെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകർ റഹ്മത്തുല്ലിൽ ആലമീനായിരുന്നു. അതായത് മനുഷ്യർക്ക് മാത്രമല്ല സർവ്വലോക ജീവജാലങ്ങൾക്ക് റഹ്മത്ത്, കാരുണ്യമായ ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ ജീവിതത്തിൽ ഒരു സംഭവം ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നു. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു ഉറുമ്പിൻ കൂട് അത് തകർത്ത് അതിന് അഗ്നിയിൽ, അതായത് തീയിടുകയുണ്ടായി. ഇതറിഞ്ഞ പ്രവാചകർ അവരോട് കോപിതനായിക്കൊണ്ട് പറഞ്ഞു, സർവ്വലോക സൃഷ്ടാവിനല്ലാതെ അഗ്നിയിൽ മറ്റാർക്കും ശിക്ഷിക്കാനുള്ള അർഹതയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടെ അവരുടെ മുമ്പാകെ കോപിതനാവുകയും അവരെ ശാസിക്കുകയും ഉണ്ടായി. അങ്ങനെ നമുക്ക് ഒരു പ്രവാചകൻ എന്ന നിലക്ക് സർവ്വനിലക്കും, അതായത് മനുഷ്യർക്കെന്ന് മാത്രമല്ല സർവ്വലോകത്തിനും ഒരു കാരുണ്യവാനായിക്കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തരികയായിരുന്നു. ഒരു ഒട്ടകത്തിൻ്റെ കണ്ണുനീർ കണ്ടുകൊണ്ട് ആ ഒട്ടകത്തിൻ്റെ യജമാനൻ ആ ഒട്ടകത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ യജമാനനെ ശാസിക്കുകയും ചെയ്ത ആ പ്രവാചകൻ എത്രത്തോളം എന്ന് വെച്ചാൽ, അതായത് തന്നെ അനുകൂലിക്കുന്നവരും സാധാരണക്കാരും ഒന്നും മാത്രമല്ല പ്രവാചകർ നടന്നു പോകുന്ന വഴികളിൽ എപ്പോഴും പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രുവായിരുന്ന വ്യക്തി ഒരിക്കൽ രോഗിയായ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസം നൽകുകയും ചെയ്ത ആ പ്രവാചകൻ. എത്രയെത്ര സംഭവങ്ങൾ ഈ കുറഞ്ഞ സമയത്തിൽ പ്രവാചകരെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം മതിയാകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.